വേനൽ കനത്തതോടെ വെള്ളിയാങ്കല്ല് തടയണയ്ക്ക് താഴെ വറ്റി വരണ്ടുണങ്ങുകയാണ് ഭാരതപ്പുഴ. കളിമൺതിട്ടുകളും മണൽപ്പരപ്പുകളും കുറ്റിക്കാടുകളും ഇവയ്ക്കിടയിലൂടെ നീർച്ചാലായി മാറി ഒഴുകുന്ന ഭാരതപ്പുഴയുമാണ് ഇപ്പോഴത്തെ കാഴ്ച. വെള്ളിയാങ്കല്ല് തടയണയുടെ മുഴുവൻ ഷട്ടറുകളും താഴ്ത്തി ജലസംഭരണം ആരംഭിച്ചതോടെയാണ് തടയണയ്ക്ക് പടിഞ്ഞാറുവശത്തെ പുഴ വരണ്ടുണങ്ങാൻ തുടങ്ങിയത്. തടയണയ്ക്ക് താഴെ പുഴ വറ്റുന്നത് പട്ടിത്തറ, ആനക്കര, പരതൂർ പഞ്ചായത്തുകളിൽപ്പെട്ട നീളാതീര മേഖലകളെ വരൾച്ചയിലാക്കുകയാണ്. പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് വാഴയുൾപ്പെടെ കൃഷിയിറക്കിയ കർഷകരാണ് കൂടുതൽ ദുരിതത്തിലാവുന്നത്. ആനക്കര, പട്ടിത്തറ, പരതൂർ പഞ്ചായത്തുകളിലെ പുഴയോര പ്രദേശങ്ങളിൽ നിരവധി കർഷകരാണ് വാഴ കൃഷി ചെയ്തു വരുന്നത്. വെള്ളിയാങ്കലിന് താഴെ പുഴ ഒരു വശം ചേർന്ന് ഗതിമാറി ഒഴുക്കുന്നതും കർഷകർക്ക് ദുരിതമാവുകയാണ്. പരതൂരിലെ വാഴ കർഷകരെയാണ് ഇത് പ്രധാനമായി ബാധിക്കുന്നത്. മുൻകാലങ്ങളിൽ തടയണയ്ക്ക് താഴെ നടന്നിരുന്ന അനധികൃത മണലെടുപ്പ് പുഴ പരന്നൊഴുകുന്നതിനെ തടസ്സപ്പെടുത്തുകയും മണലെടുപ്പ് മൂലം രൂപപ്പെട്ട കുഴികളിലൂടെ പുഴ ഗതിമാറി ഒഴുകുകയുമാണ്. പുഴയിൽ പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട വൻമരക്കാടുകളും കുറ്റിച്ചെടികളും പുഴയുടെ ഗതിമാറ്റത്തിന് മറ്റൊരു കാരണമാണ്. കൃഷിഭൂമി പാട്ടത്തിനടുത്തും മറ്റും കൃഷി ചെയ്യുന്ന കർഷകരെ പുഴയുടെ വരൾച്ച ആശങ്കപ്പെടുത്തുകയാണ്. വെള്ളിയാങ്കല്ല് തടയണയ്ക്ക് താഴെയുള്ള കൂടല്ലൂർ കൂട്ടക്കടവ് തടയണ യാഥാർത്ഥ്യമായാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. ഈ തടയണ വരുന്നതോടെ വെള്ളിയാങ്കൽ വരെയുള്ള പുഴ ജലസമൃദ്ധിയിലാവുമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ.